വെൽക്കം ടു ട്യൂട്ടി ടൂട്ട്. 2024 ഫെബ്രുവരി 20 നടന്ന SSC GD എക്സാമിലെ ഷിഫ്റ്റ് 4 റീസണിംഗ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. By interchanging which two signs and two numbers, the equation will be correct. നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സൈന് അല്ലെങ്കിൽ ഏതൊക്കെ നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്താലാണ് നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് തന്നെ നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിലേക്ക് നോക്കാം. പ്ലസ് ആൻഡ് മൈനസ് 6 and 3, അതായത് ഈ ഇക്വേഷനിൽ പ്ലസും മൈനസും ഇൻ്റർചേഞ്ച് ചെയ്യാം. പിന്നെ 6ഉം 3യും ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ പ്ലസ് എന്ന് പറയുമ്പോൾ 8 മൈനസ് വരും. 6ന് പകരം 3 × 4, മൈനസിന് പകരം ഇവിടെ പ്ലസ്, 3ക്ക് പകരം 6 അല്ലേ. 6ഉം 3യും അല്ല ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പ്ലസ് 6 ഡിവൈഡഡ് ബൈ 1 എത്ര കിട്ടുന്നത് നോക്കാം. 3ഉം 4ഉം 12 പ്ലസ് 6ഉം 1ഉം. ഇത് ബോർഡ് മാസ് തിയറി വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 1 ചെയ്യുക. അപ്പോൾ 6ഉം 1 ചെയ്യും. പിന്നെ ഇവിടെ 3 × 4 ചെയ്തിട്ട് 12 കിട്ടും. അപ്പം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 14 മൈനസ് 12 എത്രയാണ്? 2 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ്? കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദ ഫിഗർ ദാറ്റ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദി ഫോളോയിങ് ഫിഗർ സീരീസ്. നമുക്കിവിടെ ഒരു ഫിഗർ സീരീസ് തന്നിട്ടുണ്ട് അല്ലേ. ഓരോ ഫിഗറും 4 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ 5ാമതായിട്ട് വരുന്നത് ഏതാണെന്ന് നമ്മൾ ഈ ഓപ്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. 2ാമത്തെ ഫിഗറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ലൈന് എക്സ്ട്രാ വന്നു. 3ാമത്തെ ഫിഗറിലേക്ക് വരുമ്പോൾ ഇവിടെ വേറൊരു ലൈൻ എക്സ്ട്രാ വന്നു. ഇനി 4ാമത്തെ ഫിഗറിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈന് എക്സ്ട്രാ വന്നു. ഇനി അടുത്തത് എങ്ങനെയായിരിക്കും വരിക? ഒരു ലൈനും കൂടി ആഡായിട്ട് വരും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ചിത്രത്തിനോട് സാമ്യമായിട്ടുള്ളത് ഈ ഒരു ചിത്രമാണ് അല്ലേ. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ പേപ്പർ ഈസ് ഫോൾഡഡ് ആൻഡ് കട്ട് ആസ് ഷോൺ ബിലോ. ഹൗ വിൽ ഇറ്റ് അപ്പിയർ വെൻ അൺഫോൾഡഡ്? അതായത് ഒരു പേപ്പർ ഉണ്ട്, അത് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ മടക്കാണ്. ആദ്യം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പറായിട്ട് കൺസിഡർ ചെയ്യുക അല്ലേ. അതിനെ നമ്മൾ പകുതിയാക്കി മടക്കുകയാണ്. അതിനെ വീണ്ടും എന്താണ് 3ാമത്തേൽ വരുമ്പോൾ വീണ്ടും പകുതിയാക്കുകയാണ്. അപ്പം അതിനുശേഷം ഇത് കട്ട് ചെയ്തു അല്ലേ. ഇവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും അത് അൺഫോൾഡ് ചെയ്യാണ്. മടക്കിയതിനെ വീണ്ടും നിവർത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പേപ്പറിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തു, മടക്കിയതിന് ശേഷം ഇവിടെ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് നിവർത്തി കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലേക്ക് വരും. അപ്പോൾ ഇവിടെയും വരും അല്ലേ. പിന്നെ നമ്മൾ ഇതിനെ വീണ്ടും നിവർത്തി കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തേതുണ്ട്, പിന്നെ ഇങ്ങോട്ടേക്ക് നിവർത്തിയാൽ ഈ താഴേക്കും 2 കട്ടിങ്സ് അവിടെയും വരും. അപ്പോൾ ഏതാ ഓപ്ഷൻസിൽ നമുക്ക് 2ാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റർ പെയർ ഫ്രം ദി ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. നമുക്ക് ഒരു ലെറ്റർ പെയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അതിനോട് സാമ്യമായിട്ടുള്ള ഈ ഓപ്ഷൻസിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. R P D W U I. ആറിൻ്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്. പിയുടേത് 16 ആണ്. ഡിയുടേത് 4 ആണ്. W 23, U 21, I 9. അപ്പോൾ ഓരോന്നിൻ്റെ പൊസിഷണൽ വാല്യൂനോട് ആദ്യത്തേനോട് +5 ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പൊസിഷൻ വാല്യൂ വരുന്ന ലെറ്ററാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 16നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ 21, 4നോട് 5 കൂട്ടിയാൽ 9. അപ്പോൾ അതേപോലെ തന്നെ പൊസിഷൻ വാല്യൂ 5 കൂട്ടിക്കഴിഞ്ഞാൽ വരുന്ന ലെറ്റേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നും ചെയ്ത് നോക്കണം. ബി 2 ആണ്. ഓ എത്രയാണ് വരിക? 15 ആണ് വരിക. അപ്പോൾ എന്തായാലും +5 അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. ഓരോ ലെറ്റേഴ്സ് വീതം ആദ്യം ചെയ്ത് നോക്കാം. പിന്നെ എൽ എന്ന് പറഞ്ഞാൽ 12 ആണ്. സി 3 ആണ്. അപ്പോൾ അതും അല്ല ഓപ്ഷൻ വരിക. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
24. സി എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് 24 പ്ലസ് പിന്നെ എക്സ് വൈ സെഡ് അല്ലേ. വൈ എന്ന് പറഞ്ഞാൽ 25 വരും, സെഡ് എന്ന് പറഞ്ഞാൽ 26 വരും. പിന്നെ നമ്മൾ വീണ്ടും കൗണ്ട് ചെയ്യണം എ ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ 1 2 3. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് കഴിഞ്ഞിട്ട് 5ാമത്തെ പൊസിഷനിൽ വരുന്നതല്ലേ സി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 3ാമത്തേൽ 2ാമത്തേതും കൂടി നമുക്ക് നോക്കാം. വൈ കഴിഞ്ഞിട്ട് 5ാമത്തെ പൊസിഷൻ അല്ലേ, അതായത് വൈ എന്ന് പറയുന്നത് 25 ഡി എന്ന് പറയുന്നത് 4. 25നോട് 4 പൊസിഷൻ കൂട്ടിയാൽ, അതായത് വൈ കഴിഞ്ഞ് സെഡ് കഴിഞ്ഞ് പിന്നെ എ ബി സി അല്ലേ, വീണ്ടും 5 എണ്ണം കഴിഞ്ഞാൽ വൈ കഴിഞ്ഞ് 5 കഴിഞ്ഞാൽ വരുന്നതാണ് ഡി. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എം 13 ആർ 18, അതും എന്താണ് 5 ഡിഫറൻസ്. പൊസിഷൻ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് 5. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ഫിഗർ ദാറ്റ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദി ഫോളോയിങ് ഫിഗർ സീരീസ്. ഇവിടെ നമുക്കൊരു ഫിഗർ സീരീസ് തന്നിട്ടുണ്ട് അല്ലേ, 3 ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സീരീസിലെ അടുത്ത ഫിഗർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 സൈഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ 3 എഴുതിയിട്ടുണ്ട്. ഇവിടെ 4 സൈഡും 4, 5 സൈഡും 5. ഇനി അടുത്തത് വരുവാണെങ്കിൽ എങ്ങനെയാണ് വരിക? 6 ആയിരിക്കും വരിക. അപ്പോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സൈഡും ആയിരിക്കണം. ഇവിടെ നോക്കാം, ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട് 6 എന്ന് പറഞ്ഞിട്ട്. ഇതിൽ 6 സൈഡ്, ഇത് എത്ര സൈഡ് വരുന്നുണ്ട്? 1 2 3 4 5 6 7 സൈഡ്സ് വരുന്നുണ്ട്. ഇവിടെ 1 2 3 4 5 6. അപ്പം ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ 1 അല്ല. ഇവിടെ 6 എന്ന് എഴുതിയിട്ടേ ഉള്ളൂ, പക്ഷേ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 7 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആഫ്റ്റർ അറേഞ്ചിങ് ദ ഗിവൺ വേർഡ്സ് അക്കോർഡിംഗ് ടു ഡിക്ഷണറി ഓർഡർ വിച്ച് വേർഡ് വിൽ കം അറ്റ് 3rd പൊസിഷൻ. അതായത് നമുക്ക് 5 വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേർഡ്സിനെ ഡിക്ഷണറിയിൽ നമ്മൾ കാണുന്നത് പ്രകാരം ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ പൊസിഷനിൽ വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എല്ലാം സെയിം ആണ്, സെക്കൻഡ് എല്ലാം സെയിം ആണ്, തേർഡ് എല്ലാം സെയിം ആണ്. പിന്നെ വരുന്നത് 4th ലെറ്റർ ആണ്. 4th ലെറ്ററിൽ സി ആണ് ആദ്യം വരുന്നത് അല്ലേ. ഡിക്ഷണറിയിൽ ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരമാണെങ്കിൽ സി അല്ലേ ഇതിൽ ആദ്യം വരിക. അപ്പോൾ ഇത് 1ാമത്തെ പൊസിഷനിൽ വരും. പിന്നെ 2ാമത്തെ ഏതാ വരിക? സി കഴിഞ്ഞാൽ എൽ, ഇതാണ് 2ാമത്തെ പൊസിഷനിൽ വരിക. പിന്നെ 6 ആണ് വരിക, 3ാമത്തെ പൊസിഷനിൽ വരിക 6. അപ്പം 2 സ്മാർട്ടാണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് മെച്ചർ ഈസ് കോഡഡ് ആസ് 82, ഹയർ ഈസ് കോഡഡ് ആസ് 59. വാട്ട് ഈസ് ദ കോഡ് ഫോർ ഏഷ്യൻ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെച്ചർ എന്ന് പറയുന്ന കോഡ് ചെയ്തിരിക്കുന്നത് 82 എന്ന് പറഞ്ഞിട്ടാണ്, ഹയർ എന്ന് പറയുന്നത് 59 എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ കോഡ് ലാംഗ്വേജിൽ ഏഷ്യൻ എന്ന് പറയുന്നത് എത്ര കോഡാണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോഡ് ചെയ്തിരിക്കുന്നത് ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ പൊസിഷണൽ വാല്യൂ നമുക്ക് എഴുതിയിട്ട് വേണ്ടി വരും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മെച്ചൂർ എന്ന് പറയുന്നത് പൊസിഷണൽ വാല്യൂ നോക്കാം. എമ്മിൻ്റെത് 13, എയുടേത് 1, ടി 20, യു 21, 6 18ാമത്തെ പൊസിഷനിലാണ് വരിക, ഈ 5ാമത്തെ പൊസിഷനിലാണ് വരിക. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 78 എന്നാണ് കിട്ടുക, 78. അപ്പോൾ ഇതിനോട് 82 കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയാണ് വരിക? 4 കൂട്ടിയാലാണ് 82 കിട്ടുക. ഇനി ഹയർ വേണമെങ്കിൽ നമുക്ക് അതും കൂടി നോക്കാം. ഹയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കോഡ് വരിക? HIGHER. ഇത് 8 പ്ലസ് ഐ എന്ന് പറയുന്നത് 9, ജി എന്ന് പറയുന്നത് 7, എച്ച് വീണ്ടും 8 വരും, ഇ എന്ന് പറയുന്നത് 5, 18. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 55 ആണ് വരിക. 55നോട് 4 കൂട്ടിയാലാണ് 59 ആവുക. അങ്ങനെയാണെങ്കിൽ ഏഷ്യൻ എന്ന് പറയുന്നതിനോട് നമ്മൾ എന്ത് ചെയ്യണം? ആ പൊസിഷൻ വാല്യൂ എല്ലാം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്യണം. അപ്പോൾ എഴുതി നോക്കാം. ASIAN, എയുടേത് 1,
എസിൻ്റെത് 19, ഐയുടേത് 9, എയുടേത് വീണ്ടും 1, എൻ 14. അപ്പം 20, 30, 44. 44 പ്ലസ് 4 ചെയ്യണം. 44 ചെയ്താൽ പോരാ, അതിൽ ഓപ്ഷൻ ഉണ്ട് 44, അതിനോട് 4 ആഡ് ചെയ്യാൻ കൂടി വേണം. അപ്പം 44 പ്ലസ് 4 എന്ന് പറയുന്നത് 48. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 ഫ്രണ്ട്സ് പൂജ, ഭാവന, ചാരു, ഗീത ആൻഡ് ഹേമ ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിംഗ് ടുവാർഡ്സ് ദി സെൻറ്റർ. ചാരു ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് ഭാവന. Bhavana is the second to the left of Hema. Geeta is the neighbor of Bhavana and Hema. Who is sitting to the immediate right of Bhavana എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? 5 ഫ്രണ്ട്സ്, പൂജ, ഭാവന, ചാരു, ഗീത ആൻഡ് ഹേമ. ഇവരെല്ലാവരും കൂടി ഒരു സർക്കുലർ ടേബിളിന് ചുറ്റിലും ഇരിക്കുകയാണ്. സർക്കുലർ ടേബിളിന് ചുറ്റിലും സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. 5 പേരും സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ചാരു ഭാവനയുടെ നെയ്ബർ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാരു ഭാവനയുടെ അടുത്തല്ല ഇരിക്കുന്നത്. ഭാവന ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഹേമ. അതായത് ഹേമയുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ് ആരിയിരിക്കുന്നത്? ഭാവന ഇരിക്കുന്നത്. ഭാവന ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഹേമ. ഗീത ഈസ് ദ നെയ്ബർ ഓഫ് ഭാവന ആൻഡ് ഹേമ. ഭാവനയുടെ ഹേമയുടെ നെയ്ബറാണ് ഗീത എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടാളുടെ സെൻറ്ററിലാണ് ഗീത വരിക. ഞാൻ എല്ലാവരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്തത് ഹു ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഭാവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഇവിടെയും പൊസിഷനിൽ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഭാവനയുടെ റൈറ്റിലിരിക്കുന്ന ആരാന്നാ. അവിടെ ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആരും കണ്ടുപിടിക്കേണ്ട അത്രയും സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. ചാരു ആണോ അല്ലെങ്കിൽ ചാരു പിന്നെ വേറെ ഒരാളും കൂടി പൂജയാണോ എന്നുള്ളത്. ചാരു ഇവിടെയാണ് വരിക. കാരണം എന്താ വെച്ചാൽ ഭാവനയുടെ അടുത്തല്ല ചാരു. നോട്ട് നെയ്ബർ ഓഫ് ഭാവന എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചാരുവിനെ പറ്റിയിട്ട്. അപ്പോൾ ഇവിടെയാണ് പൂജ വരിക, ഇവിടെയാണ് ചാരു വരിക. ഈ 2 ഇത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷനിൽ എന്താണ്? ഭാവനയുടെ റൈറ്റ് സൈഡിലിരിക്കുന്ന ആരാണ്? ഗീതയാണ്. അപ്പം ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റേഴ്സ് ഫ്രം ദി ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. ഇവിടെ നമുക്കൊരു ലെറ്റർ സീരീസ് തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റത്തെ ലെറ്ററും രണ്ടാമത്തെ ലെറ്റർ സീരീസും തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അതുപോലെ ഇതും ഈ ലെറ്റർ സീരീസിന് കറക്റ്റായിട്ട് വരുന്ന ഏതാണെന്നാണ് ഓപ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കെ, ബി, സെറ്റ്, എച്ച്, വൈ, ഡബ്ല്യു ഇത് തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അപ്പോൾ കെൻ്റെ പൊസിഷൻ വാല്യൂ എന്ന് പറയുന്നത് 11, എച്ച് 8, ബി 2, വൈ 25, സെഡ് 26, ഡബ്ല്യു 23. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 11 - 3 ആണ് 8 വരുന്നത് അല്ലേ? 2നോട് അതായത് ബിനോട് എത്ര കുറച്ചാലാ 25. അതായത് ഈ പൊസിഷണൽ വാല്യൂ നോക്കുമ്പം എ, സെഡ്, വൈ അങ്ങനെയാണ് എടുക്കുക കേട്ടോ. അല്ലാണ്ട് ബിന്ന് BCD അങ്ങനെ എണ്ണീട്ടല്ല എടുക്കുക. ബിന്ന് വൈയിലേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? -3 അല്ലേ? ഇവിടെയും എത്രയാണ്? -3 തന്നെയാണ് വരുന്നത്. 26 23ലേക്കും -3 തന്നെയാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ VIF വിയുടെ പൊസിഷൻ വാല്യൂ 22 ആണ്, I 9 ആണ്, F 6 ആണ്. അപ്പോൾ 22. അപ്പോൾ 22നോട് 3 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് വരേണ്ടത് പൊസിഷൻ വാല്യൂ? -3 ചെയ്ത് കഴിഞ്ഞാൽ 19 അല്ലേ? സോറി 19 ആണ് വരിക. 19ൽ വരുന്നത് ആരാണ്? എസ് ആണ് വരുന്നത്. 19ൽ വരുന്നത് എസ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് നോക്കാം. I 9 ആണ്. 9നോട്
3 കുറച്ച് കഴിഞ്ഞാൽ 6 ആണ് വരേണ്ടത്. 6 എന്ന് പറയുന്നത് എത്രാമത്തെ എഫ് അല്ലേ? എഫിൻ്റെ പൊസിഷണൽ വാല്യൂ ആണ് 6. അപ്പോൾ എസ് എഫ് സി ആണ് ആൻസർ വരിക. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇത് നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു പൊസിഷണൽ വാല്യൂ വെച്ചിട്ട് 2 ഓപ്ഷൻ നോക്കുക. എന്നിട്ട് അടുത്തത് എഫും എച്ചും വ്യത്യാസമുണ്ട് അടുത്ത ലെറ്റർ വരുന്നത്. അപ്പം വീണ്ടും സിയുടേത് നമുക്ക് കണ്ടുപിടിക്കണം എന്നില്ല, 2 എണ്ണം കണ്ടുപിടിച്ചാൽ മതി. സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അവിടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സീരീസ് ഈസ് ഗിവൺ വിത്ത് 1 ടേം മിസ്സിംഗ്. സെലക്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദി ഗിവൺ വൺസ് ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ഒരു സീരീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ട് ലെറ്റേഴ്സ് വരുന്നുണ്ട് ഓരോന്നിലും. അപ്പോൾ അതിൽ അടുത്ത സീരീസിൽ അടുത്ത ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എം ക്യു എസ് ഒ ക്യു യു ഡബ്ല്യു എസ്. എം 13, എസ് 19, ക്യു 17, ഡബ്ല്യു 23. 13നോട് 6 കൂട്ടിയാലല്ലേ 19 കിട്ടുക. 19നോട് -2 ചെയ്യുക. വീണ്ടും എന്താണ് +6 ചെയ്യുക. അങ്ങനെയാണ് ഈ സീരീസ് വരുന്നത്. അപ്പോൾ അടുത്ത സീരീസിൽ അടുത്ത ലെറ്റർ എങ്ങനെയായിരിക്കും വരിക? ഫസ്റ്റ് ലെറ്റർ -2 ആയിരിക്കും അല്ലേ? +6 -2 +6 -2. -2 എന്ന് പറഞ്ഞാൽ 21 ഏതാണ്? യു ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ 2 ഓപ്ഷൻസ് യു വരുന്നുണ്ട്. യു എക്സും വരുന്നുണ്ട്, യു വൈയും വരുന്നുണ്ട്. ഇതിൽ ഏതാണെന്നാണ് നമുക്ക് അടുത്ത കൂടി നോക്കാം എങ്ങനെയാണ് വരുന്നത്. ക്യൂ എന്ന് പറയുന്നത് 17 ആണ്. ഒ എന്ന് പറയുന്നത് 15 ആണ്. യു 21, എസ് 19. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ -2 +6 -2 അടുത്തത് എന്തായിരിക്കും? +6 ആയിരിക്കും വരിക. അപ്പോൾ +6 എന്ന് പറയുമ്പോൾ 19നോട് 6 കൂട്ടിക്കഴിഞ്ഞാൽ 25 ആണ് വരിക. 25ാമത്തെ പൊസിഷണൽ വാല്യൂ വരുന്ന ഏത് ലെറ്ററിനാണ്? വൈക്കാണ്. അപ്പം യു വൈ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക.